ഇന്ന് നമുക്ക് ഇങ്ങനെ കോർണേഴ്സ് ഉള്ള ഷേപ്പുകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഔട്ട്ലൈൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫില്ലിംഗ് ഇല്ലാതെ ഔട്ട്ലൈൻ മാത്രം ചെയ്യുമ്പോഴാണ് ഈ രീതിക്ക് ചെയ്യേണ്ടത്. അതായത് കോർണറിൽ നിന്ന് തുടങ്ങരുത്, കോർണറിൽ നിന്ന് തുടങ്ങാതെ ഇങ്ങനെയുള്ള സ്പേസിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. അവിടെ നിന്ന് ചെയിൻ എടുക്കാം. പിന്നെ ഏതൊരു ഷേപ്പ് ചെയ്യുവാണെങ്കിലും നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള ചെയിനുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ ചെയിനുകളിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കേണ്ടത്. കോർണറിൽ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ഒരു ചെറിയ ചെയിൻ ലോക്കും കൂടെ കൊടുത്തേക്കണം. ചെയിൻ ലോക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ചെയിനാണ് ചെയിൻ ലോക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഡയറക്ഷൻ മാറ്റാം. ഡയറക്ഷൻ മാറ്റുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ ഡിസൈൻ പോകുന്നത് അങ്ങോട്ടേക്ക് ഡയറക്ഷൻ മാറ്റി ചെയ്താൽ മതി കേട്ടോ. റൊട്ടേഷനും അതിനനുസരിച്ച് തന്നെ വേണം ചെയ്യാനായിട്ട്. കോർണറിലെത്തിയിട്ട് അവിടെ ഒരു ചെയിൻ ലോക്ക് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മേളിലോട്ട് പോവാണ്. അപ്പോൾ ഹുക്കിനെ മേളിലോട്ടാണ് പിടിച്ചേക്കുന്നത്. പിടിച്ചതിൻ്റെ നേരെ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട്, എന്നിട്ട് വലിച്ചു കൊടുക്കുക. കുത്തുക, ചുറ്റുക, ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക്. ആ ഹുക്ക് എങ്ങനെയാണോ നമ്മൾ കുത്തുമ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ്, അങ്ങനെയാണ് നമ്മൾ റൊട്ടേഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഏത് ഡയറക്ഷനിലേക്കായാലും അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ കോർണറിൽ ചെറിയ ചെയിൻ ലോക്ക് കൊടുക്കുക. ആദ്യം എടുത്ത ചെയിനിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചെയിൻ എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ചെയിനിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 അഴയാക്കാം. നമുക്കിങ്ങനെ നീക്കിയാൽ 2 അഴയാവും. അവിടെ പോയിട്ട് നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ തൊട്ട് പുറത്ത് നമ്മൾ എൻഡ് ലോക്ക് ഇടാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്കതൊരു ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്പ്ലിറ്റായ പോലെയൊന്നും തോന്നത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന പോലെയാണ് ഇരിക്കും. ഓക്കെ.